ഓസ്കാർ നേടുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ബ്ലെസ്സി. ഓസ്കാർ കിട്ടുമെന്ന് പറയുന്നത് എല്ലാവരുടെയും സന്തോഷം കൊണ്ടാണെന്ന് ബ്ലെസ്സി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഓസ്കാർ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ് ആണെന്നും അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്ന് പോലും തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ലോസ് ഏഞ്ചൽസിലെ ഒരു തിയേറ്ററിൽ ഷോ നടത്തുക, 10,000 അടുത്തുള്ള മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരെ സിനിമ കാണിക്കുക, അവർക്ക് വേണ്ടി വലിയ പാർട്ടികൾ നടത്തുക എന്നതൊക്കെ കോടികളുടെ ബിസിനസ് ആണെന്നും അതിനൊക്കെയുള്ള അവസ്ഥ ഈ കൊച്ചു സിനിമയ്ക്കും തനിക്കും ഉണ്ടോ എന്ന് സംശയമാണെന്നും ബ്ലെസ്സി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആടുജീവിതം സിനിമയാകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്ന സമയം മുതൽ സിനിമാ പ്രേമികൾക്കിടയിൽ ഓസ്കാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലെ മൂവി ഗ്രൂപ്പുകളിലൊക്കെ ആടുജീവിതം ഓസ്കാറിലെത്തിയാൽ തീർച്ചയായും വിജയിക്കും എന്ന കമന്റുകളും പോസ്റ്റുകളും നിരന്തരമായി വന്നുകൊണ്ടേയിരുന്നു. ബ്ലെസ്സിയുടെ നീണ്ട 16 വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമായി ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തി. അതിനപ്പുറം ബ്ലെസ്സി എന്ന സംവിധായകനിൽ മലയാളികൾക്ക് വലിയൊരു വിശ്വാസവുമുണ്ട്. കാഴ്ച, തന്മാത്ര, ഭ്രമരം, പ്രണയം, കളിമണ്ണ് തുടങ്ങി ബ്ലെസ്സി സംവിധാനം ചെയ്ത സിനിമകളിലൂടെ പ്രേക്ഷകർ കണ്ടത് സിനിമ എന്നതിനപ്പുറത്തൊരു ജീവിതമാണ്. അതിവേഗ 50 കോടി, 75 കോടി എന്നീ റെക്കോർഡുകൾ ഇപ്പോൾ തന്നെ ആടുജീവിതം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. റിലീസ് ദിനത്തിൽ പോസിറ്റീവ് റിവ്യൂ ചിത്രത്തിന് ലഭിച്ചെങ്കിലും പിന്നീട് സമ്മിശ്ര പ്രതികരണങ്ങളും വന്നിരുന്നു. ഒപ്പം നോവലിലെ ഒഴിവാക്കപ്പെട്ട പ്രധാന ഭാഗങ്ങളെ സംബന്ധിച്ചും യഥാർത്ഥ നജീബിന്റെ ജീവിതവും പുസ്തകവും തമ്മിലുള്ള വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ വിമർശനങ്ങൾ വന്നു. ഇതിന് മറുപടിയുമായി പിന്നീട് ബ്ലെസ്സിയും ബെന്യാമിനും രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ദൈർഘ്യം കൂടുതലാണെന്ന അഭിപ്രായവും ചില പ്രേക്ഷകർക്കുണ്ട്. പക്ഷേ ഈ വിവാദങ്ങളൊന്നും ചിത്രത്തിന്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ല. ആടുജീവിതത്തിന്റെ ഓസ്കാർ നോമിനേഷനുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് വൈറലായിരുന്നു. ഈ ചിത്രം ഓസ്കാറിന് അയക്കുമോ എന്ന ചോദ്യത്തിന് സിനിമ എടുക്കാനായി തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ തുകയും ചിലവാക്കി കഴിഞ്ഞുവെന്നും ഓസ്കാറിലേക്ക് ചിത്രം അയക്കുന്നതിന് വലിയ ചിലവുണ്ടെന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ല എന്നതുമായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി. ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന നിരവധി കമന്റുകളിൽ ചിലത് പണം കൊടുത്തു വാങ്ങുന്ന അവാർഡൊന്നും നമുക്ക് വേണ്ട എന്നതായിരുന്നു. മാത്രമല്ല പൃഥ്വിരാജിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ചില ആളുകളെങ്കിലും തെറ്റായി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് പണം മുടക്കുന്നവർക്ക് ലഭിക്കുന്ന അവാർഡ് മാത്രമാണ് ഓസ്കാർ എന്ന രീതിയിലുള്ള ധാരാളം കമന്റുകൾ പൃഥ്വിരാജിന്റെ ഈ വീഡിയോകൾക്ക് താഴെ വന്നിരുന്നു. എന്നാൽ ശരിക്കും ഓസ്കാർ ലഭിക്കുന്നതിന് വേണ്ടിയല്ല, ചിത്രം ന്യൂയോർക്ക് കൗണ്ടിയിലെയും മറ്റും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതിനും മറ്റുമാണ് പണം ചിലവാക്കേണ്ടത് എന്നതാണ് സത്യം. പ്രദർശനം കുറഞ്ഞത് അക്കാദമിയുടെ 6 മെട്രോപൊളിറ്റൻ ഏരിയകളിൽ ഒന്നിലെങ്കിലും നടക്കണം. ലോസ് ഏഞ്ചൽസ് കൗണ്ടി, ന്യൂയോർക്ക് സിറ്റി, സാൻ ഫ്രാൻസിസ്കോയിലെ ബേ ഏരിയ, ചിക്കാഗോയിലെ കുക്ക് കൗണ്ടി, മിയാമി ഡെഡ് കൗണ്ടി, അറ്റ്ലാന്റ ഫുൾടൗൺ കൗണ്ടി എന്നിങ്ങനെ 6 ഇടങ്ങളിലാണ് അക്കാദമി തിരഞ്ഞെടുപ്പിനായുള്ള പ്രദർശനങ്ങൾ നടക്കുന്നത്. ഒപ്പം ഫിലിം ഫെസ്റ്റിവലുകളിലും അവാർഡ് നിർണയ സമിതികൾക്ക് മുന്നിലും സിനിമ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രധാന ഫിലിം ഫെസ്റ്റിവലുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് അക്കാദമി അംഗങ്ങളുടെ ശ്രദ്ധയിൽ സിനിമ എത്താൻ സഹായിക്കും. കൂടാതെ ഓസ്കാർ പ്രചരണത്തിനായി ഒരു ടീമിനെ നിയമിക്കുകയും അക്കാദമി അംഗങ്ങൾക്ക് സിനിമ കാണാൻ സാഹചര്യമൊരുക്കാനുള്ള പ്രചാരണം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും കൂടുതൽ അക്കാദമി അംഗങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയാൽ മാത്രമാണ് നോമിനേഷൻ പോലും ലഭിക്കുക. ഇതിൽ ഏറ്റവും പ്രധാന വെല്ലുവിളി ഇംഗ്ലീഷ് ഇതര ഭാഷകളിൽ നിന്നുള്ള എല്ലാ സിനിമകളും മത്സരിക്കുന്നത് മികച്ച വിദേശ ചിത്രം എന്ന കാറ്റഗറിയിലാണ്. ഒട്ടനവധി ചിത്രങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മലയാള ചിത്രം ഇക്കൂട്ടത്തിലേക്ക് എത്തുക എന്നത് ഏറെ ശ്രമകരമാണ്. എന്തായാലും ആടുജീവിതം ഓസ്കാറിൽ എത്തുമോ എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണാം.